7ാമത് ബാച്ചിന്റെ ബിരുദ സമർപ്പണ ചടങ്ങ് ഇവിടെ സമാരംഭിക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ വിശിഷ്ടാതിഥികൾക്കും ഗുരുനാഥന്മാർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കും മറ്റെല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്വാഗതം, സുസ്വാഗതം. ഇന്നത്തെ ബിരുദ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിലാണ്. മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ദൂരദർശന്റെ പ്രഥമ ഡയറക്ടറും ന്യൂഡൽഹിയിൽ അഡീഷണൽ ഡയറക്ടർ ജനറലുമായിരുന്ന K. കുഞ്ഞികൃഷ്ണൻ സാറാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഞങ്ങളുടെ അധ്യാപകൻ കൂടിയായ ശ്രീ PR പ്രവീൺ, സെക്രട്ടറി ശ്രീ M. രാധാകൃഷ്ണൻ, ട്രഷറർ ശ്രീ വിനീഷ്, IGT ഡയറക്ടർ ശ്രീ PV മുരുകൻ, ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് അച്ഛൻ E. ഫെർണാണ്ടസിന്റെ പേരിൽ അവാർഡ് നൽകുന്ന ശ്രീ സ്വരൂപ് ഫെർണാണ്ടസ്, മകളും പ്രമുഖ മാധ്യമ പ്രവർത്തകയുമായിരുന്ന ശോഭ ശേഖറിന്റെ പേരിൽ ഈ വർഷം മുതൽ ഞങ്ങൾക്ക് അവാർഡ് ഏർപ്പെടുത്തുന്ന ശ്രീ സോമശേഖരൻ നാടാർ എന്നിവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രാർത്ഥനയോടെ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ജനീമയെ ക്ഷണിക്കുന്നു. ചന്ദനേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സുന്ദരം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്ധചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൻ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൻ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ PR പ്രവീൺ സാറാണ്. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ M. രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ PR പ്രവീൺ, ഈ ബിരുദദാന സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ കുഞ്ഞികൃഷ്ണൻ സാർ, IGT ഡയറക്ടർ ശ്രീ PV മുരുകൻ, വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ, പ്രിയപ്പെട്ട മാധ്യമ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, 1.5 മണിക്കൂറോളം വൈകിയ ഈ ചടങ്ങിൽ ഞാനൊരു സ്വാഗത പ്രസംഗം ദീർഘിപ്പിച്ചു പോകുന്നത് ഒട്ടും ശരിയല്ല. കൃത്യസമയത്ത് തന്നെ എത്തിയ കുഞ്ഞികൃഷ്ണൻ സാറിനോടും ഇവിടെ എത്തിയ മാധ്യമ വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമെല്ലാം ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷക്കാലം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ച ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ മന്ത്രിയായ കഴിഞ്ഞ 4 വർഷത്തിലധികം നിരവധി പരിപാടികളിൽ അദ്ദേഹത്തെ പ്രസ് ക്ലബിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും 1 മിനിറ്റ് അദ്ദേഹം വൈകിയിട്ടുമില്ല. വളരെ കൃത്യമായി കൃത്യസമയത്ത് എത്തുകയും തലേ ദിവസം വിളിച്ച് പറയുന്ന പരിപാടികളിൽ പോലും കൃത്യമായി എത്തുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ മന്ത്രി തികച്ചും അവിചാരിതമായി സംഭവിച്ചു പോയ ചില പരിപാടികൾ കാരണമാണ് വൈകിയത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും ആദ്യത്തെ മാധ്യമ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 2-3 തലമുറയിലെ മാധ്യമ പ്രവർത്തകർ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങി മികച്ച നിലയിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമപ്രവർത്തകരായുണ്ട്.
തിരുവനന്തപുരം പ്രസ് ക്ലബിനെ സംബന്ധിച്ച് പ്രഗത്ഭമതികളായ നിരവധി ആളുകൾ ഇതിന്റെ ഡയറക്ടർമാരായി പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ ശ്രീ PV മുരുകനാണ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി വളരെ സ്തുത്യർഹമായ നിലയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഏതാണ്ട് 60 വർഷത്തോട് അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെയും അരനൂറ്റാണ്ടിലേറെ പിന്നിട്ട ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മികച്ച പ്രവർത്തനങ്ങൾക്കിടയിൽ ഇന്ന് നമ്മൾ ഈ റെഗുലർ 57ാമത് ബാച്ചിന്റെയും കണ്ടൻസ്ഡ് ജേർണലിസം ഈവനിങ് 21ാം ബാച്ചിന്റെയും ബിരുദ സമർപ്പണ ചടങ്ങ് നടത്തുകയാണ്. റാങ്ക് ലഭിച്ചവർക്കുള്ള മെമന്റോകളും അവാർഡുകളും എല്ലാം ഇതോടൊപ്പം നൽകും. അതുപോലെ തന്നെ പ്രസ് ക്ലബ് വിദ്യാർത്ഥികൾക്കുള്ള EA ഫെർണാണ്ടസ് അവാർഡും ഇന്ന് നൽകും. ഈ ചടങ്ങിന്റെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും മികച്ച നിലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രസ് ക്ലബിനുള്ള IPCNA പുരസ്കാരം തിരുവനന്തപുരം പ്രസ് ക്ലബിന് ലഭിച്ച വർഷമാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള അവാർഡ് ലഭിച്ചു. പ്രതിധ്വനി കലാ സാംസ്കാരിക സംഘടനയുടെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസ് ക്ലബിനുള്ള പുരസ്കാരവും നമുക്ക് ലഭിച്ച വർഷമാണിത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് PR പ്രവീണിനെ എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനും നമുക്കെല്ലാം പ്രിയങ്കരനുമായ ആദരണീയനായ മന്ത്രി അഡ്വക്കേറ്റ് GR അനിലിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരദർശൻ കേന്ദ്രത്തിന്റെ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ കുഞ്ഞികൃഷ്ണൻ സാറ് നമ്മുടെ എല്ലാം ഗുരുനാഥനാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ PR പ്രവീൺ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രീ GR അനിൽ വൈകിയത് അദ്ദേഹം ഷെഡ്യൂള് എന്നെ കാണിച്ചു തരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഷെഡ്യൂളിൽ 1 മണി എന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. അദ്ദേഹം അതുകൊണ്ടാണ് പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി ക്യാബിനറ്റ് കഴിഞ്ഞ ഉടനെ പോവുകയും ചെയ്തത്. എന്തായാലും വൈകിയതിന് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ എന്ന നിലയിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട്, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രസ് ക്ലബ്ബ് ഭരിച്ചിരുന്ന ഞങ്ങളുടെ ഭരണസമിതി, ആ ഭരണസമിതിയുടെ അവസാനത്തെ പരിപാടിയാണിത്. അങ്ങനെ കൂടിയുണ്ട്. നാളെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുകയാണ്. ആ പുതിയ ഭരണസമിതിയുടെ ഭാഗമായി ഞാനുണ്ടെങ്കിലും പ്രസ് ക്ലബിനെ ദീർഘകാലമായി നയിച്ച രാധാകൃഷ്ണനും ഹണിയും അടക്കമുള്ള ആളുകൾ ഈ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ നിമിഷം കൂടിയായി മാറുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 57ാമത്തെ ബാച്ചിന്റെ ബിരുദ സമർപ്പണ ചടങ്ങാണ് നടക്കുന്നത്. കണ്ടൻസ്ഡ് ജേർണലിസം ബാച്ചിന്റെ 21ാമത് ടീമും ആണ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. മാധ്യമ പഠന മേഖലയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ എടുത്തു നോക്കിയാൽ തന്നെ ധാരാളം മാധ്യമ പഠന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ മാധ്യമ പഠന സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലും തിരുവനന്തപുരം പ്രസ് ക്ലബിനെ, അവിടുത്തെ മാധ്യമ പഠനത്തെ അത്രമേൽ
മൂല്യവത്തായി കാണുന്നവരുണ്ട് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞ ബാച്ചിലും ഉണ്ടായിരുന്നു, ഈ ബാച്ചിലുമുണ്ട്. ഈ പുതിയ 58ാമത്തെ ബാച്ചിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്കുള്ള വലിയ സന്തോഷം കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉള്ളവർ ആ ബാച്ചിലുണ്ട് എന്നുള്ളതാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഈ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്നത്. നമുക്ക് പല ഘട്ടങ്ങളിലും അഡ്മിഷൻ പ്രോസസ്സ് വളരെ വൈകിയൊക്കെ നടന്നതുകൊണ്ട് പലപ്പോഴും അങ്ങനെ ഒരു മത്സരാധിഷ്ഠിതമായി കുട്ടികളെ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ബാച്ചോടുകൂടി അതും പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. ജേർണലിസം ഈ റാങ്കോ മാർക്കോ ഒന്നും കൊണ്ട് അടയാളപ്പെടുത്തുന്നതല്ല എന്നുള്ളത് ഇവിടെ ഇന്ന് ബിരുദം ഏറ്റുവാങ്ങുന്നവർ ഓർമ്മിക്കുക. ഞാൻ തുടക്കത്തിലെ നമ്മുടെ ഈ ബാച്ചിന്റെ ഉദ്ഘാടന സമയത്തെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇവിടെ മാറ്റുരയ്ക്കപ്പെടുന്നത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അടക്കമുള്ള കാര്യങ്ങളാണ്. മാധ്യമപ്രവർത്തനം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഒരു പുതിയ ടീം മാധ്യമപ്രവർത്തന രംഗത്തേക്ക് ചുവടുവയ്ക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ബിരുദദാന ചടങ്ങിനെ സവിശേഷമാക്കുന്ന മറ്റൊന്ന് E.A. ഫെർണാണ്ടസ് പുരസ്കാരമാണ്. അത് പ്രസ് ക്ലബിലെ മാത്രം ജേർണലിസം വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ്. നമ്മുടെ കുട്ടികൾ അവർ നൽകുന്ന ഒരു ടോപ്പിക് ശ്രീ E.A. ഫെർണാണ്ടസിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ആ പുരസ്കാരം. 15,000 രൂപ ഒന്നാം സ്ഥാനവും 5,000 രൂപ രണ്ടാം സ്ഥാനവും നൽകുന്ന ഒരു പുരസ്കാരം. അതിനകത്ത് കഴിഞ്ഞ വർഷം ഈ പൂവാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നൽകിയിരുന്ന ആ മത്സരത്തിലേക്ക് നൽകിയിരുന്നത്. അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഈ റെഗുലർ ബാച്ചിലെ ചെറുപ്പക്കാരെ ഒക്കെ മറികടന്ന് നമ്മുടെ കണ്ടൻസ്ഡ് ജേർണലിസം ബാച്ചിലെ, അതായത് മുതിർന്നവർ ജോലിയൊക്കെ ഉള്ള ആളുകൾ നടത്തുന്ന ബാച്ചിലെ ഡോക്ടർ വിജയകുമാർ, അദ്ദേഹമാണ് ആ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹം ഏകദേശം 70 അടുക്കുന്ന പ്രായമാണ്. അപ്പോൾ നിയമത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് പഠിക്കുക എന്നുള്ളത് ഒരു ചര്യയാക്കി മാറ്റി LLM-ഉം MBA-യും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ജേർണലിസം പഠിക്കാനെത്തി. ഈ ചെറുപ്പക്കാരോട് മത്സരിച്ച് അതിനകത്ത് വിജയം നേടി എന്നുള്ളത്, അപ്പൊ ഇത് അത്രമേൽ ഗൗരവത്തോടു കൂടി കാണാൻ സാധിക്കുന്നു എന്നത്. ഇപ്പോൾ പുതിയ ബാച്ചിനും പുതിയ E.A. ഫെർണാണ്ടസ് അവാർഡിന് വേണ്ടി അവരുടെ എൻട്രി ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതോടൊപ്പം ഞാനീ പറഞ്ഞത് ഈ ജേർണലിസം എന്ന് പറയുന്നത് ഒരു പാഷൻ എന്നുള്ള നിലയിൽ കാണുന്നവരെയും നമുക്ക് ഇവിടെ കാണാനാകുന്നുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ BS വിജയകുമാറിനെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ നമുക്ക് ഒരു വലിയ പ്രചോദനമായി മാറുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് പ്രചോദനമായി മാറുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ വർഷം മുതൽ ഒരു പുരസ്കാരം കൂടി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. സോമശേഖരൻ സാറ് ശോഭയുടെ പേരിലുള്ള ഒരു മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തി. അതോടൊപ്പം നമ്മുടെ പ്രസ് ക്ലബിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുരസ്കാരം കൂടി ഏർപ്പെടുത്തുന്നു എന്ന് അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ നടക്കും. എന്തായാലും സന്തോഷമുള്ള നിമിഷം. ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് എന്നുള്ള സന്തോഷം മറ്റൊന്ന്. നിങ്ങൾ പഠിച്ച തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഗവേണിംഗ് ബോഡിയെ കഴിഞ്ഞ 1 വർഷക്കാലം നയിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം. നല്ല മാധ്യമ പ്രവർത്തകരായി, കരുത്തുള്ള മാധ്യമ പ്രവർത്തകരായി, സത്യസന്ധതയുള്ള മാധ്യമ പ്രവർത്തകരായി നിങ്ങളെല്ലാവരെയും നമുക്കിനി കളത്തിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആമുഖ പ്രഭാഷണത്തിനായി IGT ഡയറക്ടർ ശ്രീ PV മുരുകൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ആമുഖ പ്രഭാഷണം നടത്തി പേടിക്കേണ്ട, ഒരു ആമുഖ പ്രഭാഷണം ഉണ്ടാവില്ല, 2 മിനിറ്റ് മാത്രമേ സംസാരിക്കൂ. ഈ 57ാമത് ബാച്ചിന്റെ ബിരുദ സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. ബിരുദദാനം എന്നൊക്കെയാണ് പണ്ട് പറയുന്നത്. ദാനം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തോ ആണെന്നാണ് ഇപ്പം. അതുകൊണ്ട് നമ്മൾ ബിരുദ സമർപ്പണം എന്നാണ് പറയുന്നത്.
ആ സമർപ്പണ ചടങ്ങാണ്. ഈ 57ാമത് ബാച്ചിലെ കുട്ടികളെ പലരെയും എനിക്കറിയില്ല. പിന്നീട് ഞാനിവിടെ ചാർജ് എടുക്കുമ്പോൾ അവരെല്ലാം എക്സാം കഴിഞ്ഞ് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് ചിലരൊക്കെ എന്നെ കാണാൻ വന്നപ്പോഴാണ് എനിക്ക് അവരെ പരിചയപ്പെടാൻ പറ്റിയത്. പുതിയ ബാച്ച് അവരും ക്ലാസ് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. അപ്പോൾ ചിലർ ഒരു അന്തരാള ഘട്ടത്തിലാണ് ഞാൻ ഇവിടെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന. പിന്നെ ഇവിടെ ഇപ്പം വേദിയിലിരിക്കുന്ന 2 പേര്, ശ്രീ GR അനിൽ, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എന്താണ് ഈ ചന്ദ്രശേഖരൻ നായർ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിലെ ഈ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഡൽഹിയിൽ ഉദിക്കുന്നതിന് മുമ്പ്, എത്രയോ കാലം മുമ്പ് അത് വളരെ പ്രഗത്ഭമായ രീതിയിൽ കേരളത്തിൽ നടപ്പാക്കിയ, ഞാനൊക്കെ റിപ്പോർട്ടിംഗ് തുടങ്ങുന്ന കാലത്ത് അദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇത്രയധികം വർഷങ്ങളായിട്ട് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട മികച്ച രീതിയിൽ ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. ഒരു പ്രശ്നവുമില്ല. ഭക്ഷ്യവകുപ്പ് മന്ത്രി പരാജയപ്പെട്ട ഗവൺമെന്റ് പരാജയപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാം, ഭക്ഷണമാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്ക് ഞങ്ങളെല്ലാം സുഹൃത്തു കൂടിയായ അദ്ദേഹം വളരെ സ്തുത്യർഹമായ രീതിയിലാണ് അത് കഴിഞ്ഞ കുറെ കാലമായി ഈ വകുപ്പിനെ നയിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അഭിമാനവും കൂടിയുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ ആണല്ലോ, കേരളത്തിലെ എല്ലാ ആളുകളെയും ഊട്ടുന്ന ഒരാളെന്നുള്ള നിലയിൽ. അപ്പൊ ആ ഒരു നിലയ്ക്കാണ് അദ്ദേഹത്തെ. പിന്നെ കുഞ്ഞേശ്വരി സാർ എന്ന് പറയുന്നത്, ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന കാലത്തെ തന്നെ അന്നാണ് ദൂരദർശൻ തുടങ്ങുന്നത്. കേരളത്തിൽ മലയാളികളിൽ ദൃശ്യ സംസ്കാരം ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രഥമ ഗണനീയൻ എന്ന് പറയാവുന്ന ആളാണ് കെ കുഞ്ഞികൃഷ്ണൻ. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് മലയാളികൾ ആരും ഒരു ടെലിവിഷൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഡൽഹിയിലും ബംഗാളിലും കൊൽക്കത്തയിലും ഒക്കെ വർക്ക് ചെയ്ത സമയത്ത് അതുമായി എൻ്റെ പരിചയത്തിൽ വന്നിട്ടാണ് ഇവിടെ എന്താണ് തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം വളരെ പ്രശസ്തമായ നിലയിൽ ദൂരദർശൻ്റെ അഡീഷണൽ ഡയറക്ടർ ജനറലായിട്ട് ഡൽഹിയിൽ ദീർഘകാലം പ്രവർത്തിച്ചു. മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ MD വാസുദേവൻ നായർ പോലും ആരാധിച്ചിരുന്ന ഒരാളാണ്. MD വാസുദേവൻ നായർ അദ്ദേഹത്തെ കൊണ്ട് ചെയ്ത ചില വിവർത്തനങ്ങളുണ്ട്. അതിന്നും കേരളത്തിലെ ഏറ്റവും മികച്ച വിവർത്തനമാണ്. നഗ്നവാനരൻ തുടങ്ങിയ ആ കൃതികൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തി മാതൃഭൂമിക്കുണ്ട്. അത് പുസ്തകങ്ങളായി, പല പതിപ്പുകളായി. അപ്പം അങ്ങനെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വിവർത്തകൻ കൂടിയായ ഒരാളാണ്. വലിയ പണ്ഡിതൻ മാത്രമല്ല, വിവർത്തകൻ. ദൃശ്യ സംസ്കാരം മലയാളികൾക്ക് ആദ്യമായി ഉണ്ടാക്കി കൊടുത്ത ആൾ. ഈ നിലയിൽ ഉള്ള ആളാണ് നമുക്കിന്ന് മുഖ്യ അതിഥിയായി കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബാക്കി സ്വരൂപ് ഫെർണാണ്ടസ് സാറ്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മനഃശാസ്ത്രത്തിൽ ചാൾസ് ഡാർവിനെയും കാൾ യുങ്ങിനെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരാളിൻ്റെ മകനാണ്. ആ ആളാണ് E.A. ഫെർണാണ്ടസ്. മനഃശാസ്ത്രം എന്ന മാസിക സ്ഥാപിക്കുകയും അതിൻ്റെ ആദ്യ എഡിറ്ററായിരിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് നമ്മുടെ കുട്ടികൾക്ക് മാത്രമായിട്ട്, IGT വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ 8 വർഷമായി ഏർപ്പെടുത്തിയാണ്. അതിൽ ഇത്തവണ പ്രസിഡന്റ് പറഞ്ഞ പോലെ വളരെ സവിശേഷമായ ഒരു പ്രത്യേകത, എനിക്കൊക്കെ ഒരു അഭിമാനം തോന്നുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ അവാർഡ് നേടിയത് ചെറുപ്പക്കാരല്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ചെറുപ്പക്കാരെക്കാൾ കൂടി ചെറുപ്പമുള്ള ഒരാളാണ് ഡോക്ടർ BS വിജയകുമാർ എന്ന് പറയുന്നത്. നിങ്ങളെ പല ചെറുപ്പക്കാരെക്കാളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കാണ് അത് കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിലമതിക്കപ്പെടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളണം. വളരെ കോമ്പറ്റീഷൻ. ഇത്തവണയും ശ്രദ്ധിച്ചോളണം, ഈവനിങ് ബാച്ചിലുള്ള ആളുകളും അതിനകത്ത് വേണ്ടിയിട്ട് വളരെ ഇതായിട്ട്, ഇപ്പം പുതിയ കുട്ടികൾ ശ്രദ്ധിച്ചോളണം, നല്ല ഇതോടുകൂടി ഒരു അവാർഡ് നിങ്ങൾ നേടണം. മറ്റൊന്ന് സോമശേഖരൻ സാറ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ശോഭ ശേഖർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൽ നമുക്ക് അകാലത്തിൽ വിട പറഞ്ഞു പോയ മിടുക്കിയായ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു. അകാലത്തിൽ വേർപിരിഞ്ഞ ആ സ്മരണ നിലനിർത്താനായി മലയാളത്തിലെ വനിതാ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി അദ്ദേഹം ഏർപ്പെടുത്തിയ അവാർഡ് പ്രസ് ക്ലബ്ബുമായി ചേർന്നതാണ്. ആ അവാർഡ് കഴിഞ്ഞ തവണ കിട്ടിയ 2 പേരെ കുറിച്ച് നമ്മുടെ ബാച്ചിലെ കുട്ടികൾ തന്നെ വളരെ അഭിമാനത്തോടു കൂടി അവരുടെ പ്രസംഗം കേൾക്കുകയും അതിൽ ഇൻസ്പിറേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോമശേഖർ സാറ് ഒരു നിർദ്ദേശം വെച്ചു, നമ്മുടെ ജേർണലിസം IGT വിദ്യാർത്ഥികൾക്ക് ഞാനും കൂടി ഒരു അവാർഡ് ഏർപ്പെടുത്തുകയാണ്. ശോഭാ ശേഖറിന്റെ പേരിലുള്ള അവാർഡ്. 10,000 രൂപ ഒന്നാം സമ്മാനവും 5,000 രൂപ 2ാം സമ്മാനവുമുള്ള അവാർഡ്. അതിന്റെ പ്രഖ്യാപനവും കൂടെ നടക്കുകയാണ്. അപ്പൊ അവാർഡുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇനിയിപ്പോൾ ഞാൻ പറയാം,
ഈ പ്രസ് ക്ലബ്ബിൽ പഠിച്ചത് മാത്രമല്ല, കൊല്ലം ജില്ലക്കാരായവർക്ക് കൊല്ലത്തൊരു അവാർഡുണ്ട്, ഈ ലക്ഷ്മണൻ സ്മാരക അവാർഡ്, ക്യാഷ് അവാർഡാണ്. എൻ രാമേന്ദ്രന്റെ പേരിലൊരു അവാർഡ് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി സ്ഥിരമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്, എൻ രാമേന്ദ്രന്റെ പേരിൽ. അങ്ങനെ ഒരുപാട് അവാർഡുകളുടെ ഒരു ബഹളത്തിൽ. അപ്പൊ നിങ്ങൾ കോമ്പിറ്റൻസി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം എന്താ പറയുക, വീട്ടിൽ വലിയ കാശുമായിട്ട് പോവാം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ബാക്കി എല്ലാ എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളാണ്. പ്രസ് ക്ലബിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, പ്രസിഡന്റും സെക്രട്ടറിയും. ഇന്ന് എനിക്ക് തോന്നുന്നു കസേര നാളെ ആകുമ്പോഴത്തേക്ക് ഇന്ന് പ്രസിഡന്റ് ആയിരിക്കുന്ന PR പ്രവീൺ നാളെ സെക്രട്ടറി ആയിട്ട് ഇതേ കസേരയിൽ തന്നെ ഇരിക്കുന്നത് കാണേണ്ടി വരും. എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ കുറിച്ചുകൂടി ഒരു വാക്ക് പറയണം. കാരണം ഈ പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ മരിക്കും. പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ മരിക്കുക എന്ന് പറയുന്നതല്ലേ. നമ്മൾ അത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ. എനിക്ക് വയലാർ ട്രസ്റ്റിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് B സതീഷിന്റെ ബാക്കിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു കുറിപ്പ് അറിയാതെ ഒരു ഗ്രൂപ്പിൽ ഇട്ടപ്പോഴത്തേക്ക് പ്രസ് ക്ലബ് എന്നുള്ള വികാരം എങ്ങനെ ഉണരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ്. വെളുപ്പാങ്കാലത്ത് രാവിലെ ഉണർന്നു നോക്കിയപ്പോഴാണ് ആ ഗ്രൂപ്പിൽ പ്രസ് ക്ലബ് എന്നുള്ള വികാരം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. വയലാർ ട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 57ാമത്തെ ബാച്ച് നിങ്ങൾ കണ്ട ആദ്യത്തെ മന്ത്രി വരാൻ വൈകിയതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ആ ഡോക്യുമെന്ററി കാണാൻ പറ്റിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അവസാനം കാണിക്കാതിരുന്നതാണ്. കേരളം ഒട്ടാകെ സഞ്ചരിച്ച് ജീവിച്ചിരിക്കുന്ന വയലാർ അവാർഡ് ജേതാക്കളെ, മരിച്ചുപോയവരെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അതെല്ലാം കണ്ടിട്ട് ഈ കുട്ടികൾ തയ്യാറാക്കിയ അതിമനോഹരമായ ഒരു ഡോക്യുമെന്ററിയാണ്. വളരെ പെയിൻഫുൾ ആയിട്ടാണ് കുട്ടികൾ തയ്യാറാക്കിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി അരമണിക്കൂർ അതിന്റെ ബേസിസിൽ 20 മാർക്ക് ഇന്റേണൽ മാർക്ക് ഈ കുട്ടികൾക്ക് നൽകാനായിട്ട് നമ്മൾ മാനേജ്മെന്റിനോട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ. അപ്പൊ ഇത് നിങ്ങളുടെ വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം വന്ന് 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഡോക്യുമെന്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അത് ആർക്ക് വേണ്ടി? വയലാർ ട്രസ്റ്റിന് വേണ്ടിയിട്ട്. അതിന്റെ എക്സ്പെൻസ് ഒക്കെ മുടക്കിയത് വയലാർ ട്രസ്റ്റാണ്. പക്ഷെ എങ്കിലും നിങ്ങൾ അതിന്റെ പെയിൻ എടുത്തു. നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും പലയിടത്തും, പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്കാണ് എല്ലായിടത്തും യാത്ര ചെയ്ത ആളുകളൊക്കെ. അപ്പൊ അതും ഒരു അവസരമാണ്. ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും വരും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ബിരുദം നേടിയ എല്ലാവരെയും ആശംസിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇദ്ദേഹം പറയുന്ന പോലെ നമ്മളെപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ജേർണലിസത്തിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓൺലി എ ഗേറ്റ് പാസ് ആണ്. ഗേറ്റ് കടക്കുന്നുള്ള പാസ് മാത്രമാണ്. അകത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് ഒരു വിലയില്ല. പിന്നെ നിങ്ങൾ യു ഷുഡ് പ്രൂവ്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ നിങ്ങളെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സർ. മഹനീയമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും ബിരുദ സമർപ്പണം നടത്തുന്നതിനുമായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും പ്രസ് ക്ലബിന്റെ മിത്രവുമായ ശ്രീ GR അനിൽ അവറുകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ശ്രീ M രാധാകൃഷ്ണൻ, സെക്രട്ടറി, പ്രസ് ക്ലബിന്റെ സെക്രട്ടറി, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ PR പ്രവീൺ, പ്രസിഡന്റ് പ്രസ് ക്ലബ്ബ്, ഏറെ ബഹുമാന്യനായ ശ്രീ K കുഞ്ഞുകൃഷ്ണൻ സാറ്, വേദിയിലുള്ള ശ്രീ P വിനീഷ്, ട്രഷറർ പ്രസ് ക്ലബിന്റെ, മറ്റ് വേദിയിലും സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ PV മുരുകൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സ്നേഹിതരെ, ഒരു ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സദസ്സാണ്, വേദിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിൽ സമൂഹവും മറ്റൊരു സഹപ്രവർത്തകരുമെല്ലാം ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു പഠനമാണ് നിങ്ങൾ പൂർത്തിയാക്കിയത്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന മറ്റ് കോഴ്സുകളിൽ ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് അതിലൂടെ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ കഴിയുമെങ്കിലും ജേർണലിസം കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്നവരെ സംബന്ധിച്ച്
ഒരു പ്രത്യേക അംഗീകാരം, പ്രത്യേക ശ്രദ്ധയാണ് സമൂഹം എപ്പോഴും കാട്ടുന്നത്. കാര്യമെന്താ? നിങ്ങളാണ് മാധ്യമങ്ങളിലെ ലേഖകരായോ മറ്റു പല ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നവർ. മാധ്യമങ്ങൾക്ക് സമൂഹത്തിലുള്ള ഒരു അംഗീകാരം, ഒരു ശ്രദ്ധ, പ്രത്യേക പരിഗണന മറ്റൊരു മേഖലയ്ക്കുമില്ല. ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ആരെ? മാധ്യമങ്ങളെയാണ്. അത് ആ മാധ്യമത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ നിലപാടിനനുസരിച്ച് ശ്രദ്ധ കൂടുകയും കുറയുകയും ചെയ്യും. നിഷ്പക്ഷമായും സ്വതന്ത്രമായും വസ്തുതയുമെല്ലാം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് പിന്തുണ കൂടും. വളച്ചൊടിച്ച് മാധ്യമങ്ങൾ ആ വിഷയത്തെ എത്തിക്കാൻ നിശ്ചയിച്ചാൽ ആളുകൾ മെല്ലെ മെല്ലെ വെറുക്കുന്നതായി മാറും. അപ്പോൾ ഏത് മേഖല എങ്ങനെ ആകണമെന്ന് നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയോണ്ട് നിങ്ങൾക്കറിയാം. ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു വർഷത്തെ കോഴ്സിൽ എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം, ഏത് ദിശയിലാകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാണ്. എൻ്റെ പാർട്ടിക്ക് ആ പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചൊരു മാധ്യമം ഉണ്ടാകും. സ്വാഭാവികമായും അത്തരം രാഷ്ട്രീയ മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടും കാഴ്ചപ്പാടിനും അത് ഹൈലൈറ്റ് ചെയ്യുന്ന വാർത്തകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ആ വാർത്തകൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നതും ആവേശം കൊള്ളുന്നതും. എന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ ഒരു സമൂഹം നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകളെയാണ് ശ്രദ്ധിക്കുന്നത്. അത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന ലേഖകരായി മാറാൻ കഴിഞ്ഞാൽ എക്കാലവും നിങ്ങളെ വായനക്കാർ ഓർക്കുന്ന ഒന്നായി മാറാൻ കഴിയും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ? വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില വിഷയങ്ങൾ, ചില വാർത്തകൾ ഏത് മാധ്യമത്തിലൂടെ പുറത്തു വന്നാലും അത് തയ്യാറാക്കിയ ആളുകളെ എപ്പോഴും ഓർക്കാനും ശ്രദ്ധിക്കാനും കഴിയും. അത്തരം രീതികളിൽ നിങ്ങളിവിടെ സ്വാഭാവികമായിട്ടും പഠിച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യം അത് ഒപ്പിയെടുക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ, അതിനനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ നടത്താൻ ആര് പരിശ്രമിച്ചാലും അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കും. അത് മന്ത്രിയായാലും ജനപ്രതിനിധിയായാലും ലേഖകനാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും അല്ലെങ്കിൽ പല മേഖലകളിലുള്ള ആര് തന്നെയാണെങ്കിലും. എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനം അർപ്പിതമായി ആ പ്രവർത്തനം നടത്തുന്നവരെ നമ്മൾ നന്നായി ഓർമ്മിക്കുന്ന സാഹചര്യവും ഇപ്പോഴും ഉണ്ട്, എപ്പോഴും കാണും. അപ്പം അതുകൊണ്ട് മാധ്യമപ്രവർത്തനങ്ങൾ അർപ്പണബോധത്തോടുകൂടി നമുക്ക് നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ വിജയത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാൻ, ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. എനിക്ക് ആകെ ഉള്ള ഒരു പ്രത്യേകത കൃത്യസമയത്ത് എത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാം നേരത്തെ എത്തിപ്പോകുന്നു. 5 മിനിറ്റിന് മുമ്പ് എത്തുന്ന മന്ത്രി എന്ന് പലപ്പോഴും പല യോഗങ്ങളിലെ സ്വാഗത പ്രസംഗത്തിൽ കേൾക്കാറുണ്ട്. 10-16 പൊതുപരിപാടികൾ ഉണ്ടെങ്കിലും ആ സമയം ക്രമീകരിച്ച് കറക്റ്റായിട്ട് പുറത്തു പോകുന്നതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഈ പ്രസ് ക്ലബിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് ഞാൻ. പ്രസ് ക്ലബ്ബ് വിളിക്കുന്നത് ഫോണിലൂടെ പറഞ്ഞാൽ ഞാൻ വരുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ വേറെ പ്രോഗ്രാമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വരുന്നതെന്ന് നിങ്ങളാരും കരുതി കളയണ്ട. പ്രസ് ക്ലബ്ബ് വിളിച്ചാൽ, പ്രത്യേകിച്ച് രാധാകൃഷ്ണനും PV മുരുകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ക്ലാസ്സിലല്ലെങ്കിലും ഒരു കോളേജിൽ ഒരേ സമയത്ത് 2 ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചവരാണ്. അന്നുള്ള സൗഹൃദം പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിപരമായി പല വാർത്തകൾക്കും അത് പ്രസിദ്ധീകരിക്കാൻ സ്വാധീനിക്കുന്നത് ഉൾപ്പെടെയുള്ള മുരുകനെ ഞാൻ വിളിച്ച് പറയും, എൻ്റെ ഒരു വാർത്ത കൊടുത്തയച്ചിട്ടുണ്ട്, ഒന്ന് സഹായിക്കണം. അത് കൃത്യമായും അത് അദ്ദേഹം ഇരുന്ന കാലം മുഴുവൻ കേരളാമോദിയിൽ ആ ഒരു ബന്ധം നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് അന്ന് മുതലേ ഉള്ള സൗഹൃദമാണ്, വ്യക്തിപരമായിട്ടുള്ള. പക്ഷെ എങ്ങനെയോ ഉണ്ടായ ഒരു തെറ്റ് കാരണമാണ്
വൈകി വന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അതിൽ ക്ഷമിക്കണം. പ്രത്യേകിച്ചും സാറിനോട് അവരെ 1.5 മണിക്കൂർ നേരം ഞാൻ കാരണം ഇവിടെ വെയിറ്റ് ചെയ്യിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി വിഷമമുള്ളൊരു കാര്യമാണ്. ക്ഷമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ. നന്ദി സർ. ഇനി ബിരുദ സമർപ്പണമാണ്. ആദ്യമായി റാങ്ക് കിട്ടിയവർക്കുള്ള ഉപഹാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് നൽകലുമാണ്. 2024-25 വർഷത്തെ 57ാം ബാച്ചിൽ 1ാം റാങ്ക് നേടിയത് പാർവതി കെ നായരാണ്. സർട്ടിഫിക്കറ്റും ഉപഹാരവും ഏറ്റുവാങ്ങുന്നതിനായി സഹർഷം സ്വാഗതം ചെയ്യാം പാർവതിയെ. പുരസ്കാരം നൽകുന്നതിനായി പ്രിയപ്പെട്ട മന്ത്രിയെയും ഒപ്പം വിശിഷ്ടാതിഥികളെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. രണ്ടാം റാങ്ക് നേടിയത് പാർവതി എൽ. നിറകയ്യടികളോടെ സ്വാഗതം ചെയ്യാം പാർവതിയെ. മൂന്നാം റാങ്ക് 2 പേർ പങ്കിടുകയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അഞ്ജു AV. നൽകാം നിറകയ്യടികൾ. അടുത്തതായി ക്ഷണിക്കാം വേദിയിലേക്ക് സായി പൗർണമി. വർഷത്തെ PGDJ കണ്ടൻസ് ജേർണലിസം സായാഹ്ന കോഴ്സിൽ 1ാം റാങ്ക് നേടിയ അധ്യാപിക കൂടിയായ ഷൈല ബീഗം. കയ്യടികളിലൂടെ സ്റ്റേജിൽ സ്വാഗതം ചെയ്യും. രണ്ടാം റാങ്ക് നേടിയിരിക്കുന്നത് M. സുരേഷ് കുമാർ. മൂന്നാം റാങ്ക് നേടിയിരിക്കുന്നത് യദു M. നായർ. ഇനി EF
ഫെർണാണ്ടസ് അവാർഡ് സമർപ്പണമാണ്. സ്ലോ ജേർണലിസം എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും മനഃശാസ്ത്രം മാസികയുടെ സ്ഥാപകനുമായിരുന്ന ഡോക്ടർ E.A. ഫെർണാണ്ടസിന്റെ പേരിൽ മകൻ ശ്രീ സ്വരൂപ് ഫെർണാണ്ടസ് നൽകുന്ന അവാർഡ് 2 പേർക്കാണ്. ഒന്നാമത്തെ അവാർഡ് നേടിയത് 21ാമത് ബാച്ചിലെ വിദ്യാർത്ഥിയും അഭിഭാഷകനുമായ ഡോക്ടർ വിജയകുമാർ BS ആണ്. 15,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അവാർഡ് സ്വീകരിക്കാനായി ഡോക്ടർ വിജയകുമാർ BS-നെ ക്ഷണിക്കുന്നു വേദിയിലേക്ക്. നൽകാം നിറ കയ്യടികൾ. E.A. ഫെർണാണ്ടസ് അവാർഡ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് 57ാമത് ബാച്ച് PGDJ വിദ്യാർത്ഥി അർജുൻ സായി P. അശോകാണ്. ഇനി മറ്റുള്ളവർക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. പാർവതി K. നായർ, ഫസ്റ്റ് റാങ്ക്. വിഷ്ണു P. ഡാനി AS, കാഞ്ചന R, ഡാനി S, കാഞ്ചന R, ഗൗരി സനൽ, സൂര്യകാന്ത് റോയ്, നിരുപമ S, അനുജ G. സേനൻ, മുഹമ്മദ് നൗഫൽ A, ആതിര MR, അമിത M. നായർ, അനീറ്റ ആൻഡ്രൂസ്, ആതിര JB, അനുമോൾ S, ആതിര S, അർജുൻ LJ, ഗോകുൽ രാജേഷ്, അനഘ SM, അല്ല, അതെ, ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി മിനിസ്റ്റർ നിർവഹിക്കണം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വകയായി
7.5 വർഷക്കാലം പ്രസ് ക്ലബിനെ നയിച്ച ശ്രീ എം രാധാകൃഷ്ണന് ഒരു മൊമെന്റോ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വകയായി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കണം. നമ്മുടെ ഈ രാധാകൃഷ്ണനോടൊപ്പം ഭാരവാഹിയായി ഉണ്ടായിരുന്ന ഒരാളുണ്ട്, ഹണി. നമ്മുടെ പ്രസ് ക്ലബിന്റെ ആദ്യ വനിതാ സെക്രട്ടറി കൂടിയാണ്. ഹണിക്കും ഒരു സ്നേഹാദരം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വകയായി നൽകുന്നുണ്ട്. ഹണി ഇത് പരിപാടി അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ടല്ല, ഒരിടവേള, ആ ഇടവേളയിൽ പ്രസ് ക്ലബിന്റെ ആദ്യ വനിതാ സെക്രട്ടറി കൂടിയായിരുന്നു ഹണി. നിലവിലെ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒരാളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സനീറ്റ. സാറിനും സർട്ടിഫിക്കറ്റ് തന്നില്ല അല്ലേ? സാറിന് അവാർഡേ തന്നുള്ളൂ. ഓക്കെ, സനീറ്റ. ഡോക്ടർ BS വിജയകുമാർ സാർ. ഇനിയൊരു ഫോട്ടോ സെഷനിലേക്ക് കടക്കാം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി